സ്നേഹായ ദാനായ ച രക്ഷണായ. എനിക്ക് ഈ ജനത്തോട് അനുകമ്പ തോന്നുന്നു. നിന്നിലൂടെയാണ് ഇവരുടെ രക്ഷ ഞാൻ ആഗ്രഹിക്കുന്നത്. ചരിത്രപ്രസിദ്ധമായ പാലാ വലിയപള്ളി ഇടവകയിൽ ഇടപ്പാടി ഗ്രാമത്തിൽ കദളിക്കാട്ടിൽ ചെറിയാന്റെയും കിഴതടിയൂർ പൈകട ഉറുമ്പേൽ കുടുംബാംഗമായിരുന്ന റോസമ്മയുടെയും രണ്ടാമത്തെ പുത്രനായി 1872 ഏപ്രിൽ 25 തീയതി ധന്യൻ കദളിക്കാട്ടിൽ മത്തായി അച്ചൻ ജന്മം കൊണ്ടു. പ്രാർത്ഥനയും പരസ്നേഹവും നിറഞ്ഞു നിന്ന ആ കുടുംബത്തിൽ ചെറിയാൻ റോസ ദമ്പതികൾക്ക് 3 ആൺകുട്ടികളെയും ഒരു പെൺകുട്ടിയെയും ദൈവം ദാനമായി നൽകി. മത്തായി കുഞ്ഞെന്തിയടാ? അറിയത്തില്ല, അവിടെ എങ്ങാനും കാണും. മത്തായി കുഞ്ഞേ, ഡാ മത്തായി കുഞ്ഞേ, ഡാ മത്തായി കുഞ്ഞേ. മത്തായി കുഞ്ഞേ, ചെറുപ്പത്തിൽ തന്നെ മത്തായി കുഞ്ഞിൽ അസാധാരണമായ ദൈവഭക്തിയും ദീനാനുകമ്പയും ദൃശ്യമായിരുന്നു. അമ്മേ, ഈശോയുടെ തിരുഹൃദയം എന്താ അമ്മേ പുറത്ത് കാണുന്നത്? അതേ, ഈശോയ്ക്ക് നമ്മളോടുള്ള സ്നേഹം അത്ര വലുതാണെന്ന് കാണിക്കാനാ. അതല്ലേ. അത് ആർക്കും എപ്പോ വേണമെങ്കിലും കിട്ടുകയും ചെയ്യും. മത്തായി കുഞ്ഞിന്റെ പിതാവ് സമർത്ഥനായ ഒരു കർഷകനായിരുന്നതിനാൽ സാമ്പത്തികമായി നല്ല നിലയിലായിരുന്നു കദളിക്കാട്ടിൽ കുടുംബം.
വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വളരെ പരിമിതമായിരുന്ന ആ കാലത്ത് മക്കളുടെ പ്രാഥമിക വിദ്യാഭ്യാസം സ്വഗൃഹത്തിലും ഇടപ്പാടി സെന്റ് ജോസഫ് പള്ളിയോടനുബന്ധിച്ചുള്ള ആശാൻ കളരിയിലും നിർവഹിച്ചു. പെട്ടെന്നാണ് ആ കുടുംബത്തിൽ ഒരു അത്യാഹിതം സംഭവിച്ചത്. കുടുംബനാഥൻ ചെറിയാൻ മരത്തിൽ നിന്ന് വീണ് കുറേ നാളത്തേക്ക് കിടപ്പിലായി. തൽഫലമായി അവർ ദാരിദ്ര്യത്തിലേക്ക് വഴുതി വീണു. എന്റെ ഭർത്തായി കുഞ്ഞ് വിഷമിക്കരുത്. എന്തു വലിയ പ്രയാസം വന്നാലും തളരരുത്. ഈശോയുടെ തിരുഹൃദയം നമ്മളെ കാത്തോളും. എങ്കിലും അമ്മയും മക്കളും ദൈവത്തിന് ആശ്രയിച്ചുകൊണ്ട് കൃഷിപ്പണികളിൽ വ്യാപൃതരായി. നാല് വർഷത്തെ നിരന്തരമായ ചികിത്സയും പരിചരണവും വഴി ചെറിയാൻ സുഖം പ്രാപിക്കുകയും കുടുംബം സുസ്ഥിതി പ്രാപിക്കുകയും ചെയ്തു. നന്നേ ചെറുപ്പം മുതൽ വൈദികനാകാൻ തീക്ഷ്ണമായി ആഗ്രഹിച്ച മത്തായി കുഞ്ഞ് താണോലിപ്പള്ളിയിൽ താമസിച്ച് കുഴിമറ്റത്തിൽ ബഹുമാനപ്പെട്ട തോമാച്ചന്റെ കീഴിൽ സുറിയാനി പഠനം നടത്തി. തുടർന്ന് ഇളംതോട്ടം പള്ളിയോടനുബന്ധിച്ചുള്ള സെമിനാരിയിൽ ചേരുകയും 1896 മാന്നാനം സെമിനാരിയിൽ പഠനം തുടരുകയും ചെയ്തു.
പഠനത്തിൽ അതിസമർത്ഥനും സൽസ്വഭാവിയുമായിരുന്ന ഈ വൈദിക വിദ്യാർത്ഥി പെട്ടെന്ന് തന്നെ ഏവർക്കും പ്രിയങ്കരനായി മാറി. ഫെബ്രുവരി 11 ചങ്ങനാശ്ശേരി രൂപതയുടെ വികാരി അപ്പോസ്തോലിക്കയായിരുന്ന മാക്കിൽ മാർ മത്തായി മെത്രാനിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ച് ഫെബ്രുവരി 23 മാന്നാനം ആശ്രമ ദേവാലയത്തിൽ പ്രഥമ ദിവ്യബലി അർപ്പിച്ചു. കരൂർ പള്ളിയിലും 1906 ലാലം പഴയ പള്ളിയിലും വികാരിയായി സേവനമനുഷ്ഠിച്ച ഈ വന്യപുരോഹിതന്റെ പ്രവർത്തനങ്ങളെല്ലാം തിരുഹൃദയ ഭക്തിക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടായിരുന്നു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസ സൗകര്യം ഇല്ലാതിരുന്ന ആ കാലത്ത് പെൺകുട്ടികൾക്ക് മാത്രമായി മത്തായിയച്ചൻ പാലായിൽ 1921 സെന്റ് മേരീസ് സ്കൂൾ സ്ഥാപിച്ചു. അച്ഛാ, 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 എന്തു പറ്റി മോനെ? അച്ഛാ, അപ്പൻ അവിടെ. ചാക്കപ്പാ, ഇതാ വരുന്നേ. നാട്ടുകാർക്ക് എന്നാടാ? ഞാൻ കള്ളു കുടിച്ചിട്ട് എന്റെ കെട്ടിയോളെ ചിലപ്പോ തല്ലും, എന്റെ മക്കളെ ചിലപ്പോ ഞാൻ കൊല്ലും. നീയൊക്കെയാണോ ചോദിക്കാൻ? കേറിപ്പോയാടാ. ഞാൻ കള്ളു കുടിക്കുന്നത് നിനക്കെന്നാടി? കള്ളു കുടിക്കുന്നുണ്ടല്ലോ നിനക്ക് മക്കൾക്ക് നാളെ ഞാൻ തിന്നതരുന്നില്ലേടി? എന്നിട്ട് അവൾക്ക് സൂക്കേട്. നിന്നെ ഇന്ന് ഞാൻ ഇങ്ങോട്ട് മാറി നിൽക്കില്ല, ഇങ്ങോട്ട് മാറാനോ? നീ പോയി നിന്റെ വീട്ടുകാരെ പറയടി, ഞാൻ നിന്നെ കള്ളു കുടിച്ചിട്ട് തല്ലു വന്നു. നിന്റെ ആങ്ങളോട് നോക്കണോടി, ഇങ്ങോട്ട് പറയടി. ഇതെന്താ പാപ്പച്ച? ദൈവത്തിന് നിരക്കാത്തതൊന്നും നീ ചെയ്യരുത്. പറ്റിപ്പോയച്ചോ, പൊറുക്കണം. അവരെല്ലാവരും അവരുടെ പാട് നോക്കി പോയച്ചോ. ഞാനിവിടെ ഒറ്റയ്ക്കാ. വല്ലവരും വല്ലതും തന്നാൽ കഴിക്കും, കഴിക്കാത്ത ദിവസങ്ങളും ഉണ്ട്. വല്ലതും താ അമ്മേ, വിശക്കുന്നമ്മേ. സ്തുതിയായിരിക്കട്ടെ. ഇത് കുറച്ച് അരിയാ, ഇത് വെച്ചോളൂ. കൊച്ചാപ്പയ്ക്ക് ദീനം കുറവുണ്ടോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്റെ ഈശോയെ, കണ്ണീരിന്റെ ഈ മക്കളുടെ നൊമ്പരങ്ങൾ കണ്ടില്ല എന്ന് വെക്കാൻ എനിക്കാവില്ല. ഞാൻ എന്ത് ചെയ്യും?
രോഗികൾ, പീഡിതർ, അനാഥ കുഞ്ഞുങ്ങൾ, ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധജനങ്ങൾ, പട്ടിണി മൂലം കഷ്ടപ്പെടുന്നവർ, കുടുംബസമാധാനം നഷ്ടപ്പെട്ടവർ, ഇവരോടൊക്കെ ദൈവസ്നേഹത്തെക്കുറിച്ച് ഞാൻ എങ്ങനെ പറയും? എൻ്റെ ഈശോ, എനിക്ക് ഈ ജനത്തോട് അനുകമ്പ തോന്നുന്നു. നിന്നിലൂടെയാണ് ഇവരുടെ രക്ഷ ഞാൻ ആഗ്രഹിക്കുന്നത്. ദീർഘകാലമായി പാലാ വലിയ പള്ളിയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന നെച്ചിക്കാട്ട് ബഹുമാനപ്പെട്ട യോസേപ്പച്ചൻ കദളിക്കാട്ടിലച്ചൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു. ഇന്നലെയും തീരെ ഉറങ്ങാൻ പറ്റിയില്ല. ആ പാവങ്ങളുടെ മുഖങ്ങൾ മനസ്സിൽ തെളിഞ്ഞു വരുന്നു. അവരുടെ ശുശ്രൂഷയ്ക്കായി പുതിയൊരു സഭ തുടങ്ങണമെന്ന് വീണ്ടും വീണ്ടും ആരോ പറയുന്നത് പോലെ. ദൈവം മനസ്സിൽ അങ്ങനെ തോന്നിച്ചാൽ അത് നടത്തണം അച്ചു. അതിനുള്ള പണം, സ്ഥലം, വീട് എല്ലാറ്റിനും അവിടുന്ന് വഴി കാണിച്ചു തരും അച്ചു. അച്ഛൻ പ്രാർത്ഥിച്ചോളൂ, എല്ലാം നടക്കും. പലവിധ കാരണങ്ങളാൽ ക്ലേശമനുഭവിക്കുന്ന സഹോദരങ്ങളുടെ നൊമ്പരങ്ങൾ കണ്ട് വ്രണിതഹൃദയനായ അദ്ദേഹം രാത്രിയുടെ നീണ്ട യാമങ്ങളിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവം ചെലവഴിച്ചു. ആ പുണ്യനിമിഷങ്ങളിൽ തിരുഹൃദയദാസനായ അദ്ദേഹത്തിന് ലഭിച്ച ഒരു ദിവ്യപ്രചോദനമാണ് തിരുഹൃദയ സന്യാസിനി സഭ എന്ന ആശയം. ഈശോയുടെ തിരുഹൃദയത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ കരുണാർദ്ര സ്നേഹം പകർന്നു നൽകുന്നതിനുമായി 1911 ജനുവരി 1 10 അംഗങ്ങളോടെ അദ്ദേഹം തിരുഹൃദയ സന്യാസിനി സമൂഹത്തിന് രൂപം നൽകി. ദൈവാശ്രയ ബോധം മാത്രമായിരുന്നു സഭ തുടങ്ങാൻ മത്തായി അച്ഛൻ്റെ പക്കലുണ്ടായിരുന്ന ആകെ മൂലധനം. സ്ഥിരമായ ഒരു ഭവനം എന്ന അവരുടെ സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് 1912 സെപ്റ്റംബർ 21 വാഴയിൽ പുരയിടത്തിൽ പുതിയ കെട്ടിടത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു. അച്ചോ, അച്ചോ, അപ്പൻ വസൂരിയായിരുന്നു. മത്തായി കുഞ്ഞ് വിഷമിക്കരുത്. എന്തു വലിയ പ്രയാസം വന്നാലും തളരരുത്. ഈശോയുടെ തിരുഹൃദയം നമ്മളെ കാത്തോളും. ആ കുഞ്ഞിനെ എടുക്കൂ. ആണ്ടടാ, വരുന്നുണ്ട്.
കള്ള പുണ്യാളൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. സ്തുതിയായിരിക്കട്ടെ. ഞാനൊരു കാര്യം പറയാനാ വന്നത്. പറഞ്ഞോളൂ. പിറന്നിട്ട് ഒരാഴ്ച പോലും ആകാത്തൊരു കുഞ്ഞിനെ അച്ഛനിവിടെ സ്വീകരിക്കണം. ഇത്ര ചെറിയ കുഞ്ഞിനെ ഇവിടെ പറ്റില്ല. ഇവിടെ പല അസൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് നടക്കില്ല അല്ലേ? അങ്ങനെ വന്നാൽ ഒരുപക്ഷെ മാമോദിസ പോലും മുക്കാതെ അവരതിനെ കൊന്നുകളയാനും സാധ്യതയുണ്ട്. എങ്കിലൊരു കാര്യം ചെയ്യൂ. നാളെ ആരെങ്കിലും ആ കുഞ്ഞിനെ ഇവിടെ പള്ളിയിൽ കൊണ്ടുവരിക. അവിടെ വെച്ച് മാമോദീസ് നൽകിയതിന് ശേഷം മഠത്തിൽ ഏൽപ്പിക്കാം. അതുപോലെ അത് മതി. ആ, എന്തൊരു പരിഹാസമായിരുന്നു അച്ഛനെ. ഇപ്പോൾ ഏതായാലും സത്യം പുറത്തു വന്നല്ലോ. അതെ അതെ. ഈശോയുടെ തിരുഹൃദയത്തിലുള്ള അടിയുറച്ച വിശ്വാസവും പ്രാർത്ഥനയും വഴി എല്ലാ അഗ്നിപരീക്ഷണങ്ങളെയും ഈ തിരുഹൃദയദാസൻ തരണം ചെയ്തു. പ്രാരംഭ ദശയിലായിരുന്ന ഈ സന്യാസിനി സമൂഹത്തിന് സഹോദരിമാരുടെ അകാല നിര്യാണവും ക്ഷയരോഗബാധയും മഠത്തിലെ അംഗങ്ങളെ മുഴുവൻ തീരാ ദുഃഖത്തിലാഴ്ത്തി. ഈ ദുരന്തം മത്തായി അച്ഛനിലും ആഘാതമേൽപ്പിച്ചെങ്കിലും ഇതിനെക്കുറിച്ച് അച്ഛൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു. പാകമായ മുന്തിരിക്കുലകൾ യജമാനൻ അറുത്തെടുക്കുന്നു. അതിന് നാം എന്തിനു വേദനിക്കണം? തന്നെയുമല്ല, അവർ ജീവിച്ചിരുന്നിട്ട് തങ്ങളുടെ ആദ്യ ശുഷ്കാന്തി കൈപിടിഞ്ഞ് ദൈവത്തെ ഉപദ്രവിക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ മരിക്കുന്നതാകുന്നു. പ്രതിസന്ധികൾക്കിടയിലും ഈശോയുടെ തിരുഹൃദയത്തിൽ മൊട്ടിട്ട ഈ സമർപ്പിത സമൂഹം ശാഖ വിരിച്ച് വളർന്നു തുടങ്ങി. ആദ്യ ശാഖാഭവനം 1926 ഡിസംബർ 19 പുന്നത്തുറയിൽ ആരംഭിച്ചു. രണ്ടാമത്തെ ശാഖാഭവനം 1929 ഒക്ടോബർ 1 രാമപുരത്ത് ആരംഭിച്ചു. സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, ഞങ്ങളെ അനുഗ്രഹിക്കണം. മക്കളെ, തിരുഹൃദയം നിങ്ങളെ കാത്തുകൊള്ളും. ഇത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. വിശ്രമരഹിതമായ ബഹുമുഖ പ്രവർത്തനങ്ങളും തപോനിഷ്ഠമായ ജീവിതശൈലിയും അച്ഛൻ്റെ ആരോഗ്യത്തിന് വല്ലാത്ത ആഘാതമേൽപ്പിച്ചു. അസഹ്യമായ വേദനയും അസ്വാസ്ഥ്യവും മൂലം അച്ഛൻ ഏറെ വലഞ്ഞു. ഈ സമയം ദൈവിക പ്രേരണയാൽ കദളിക്കാട്ടിൽ അച്ഛൻ്റെ ജന്മഗൃഹത്തിനടുത്ത് കവിക്കുന്ന് പള്ളിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന പാമ്പൂരാമ്പാറ എന്ന മലമുകളിലേക്ക് 50 നോമ്പിലെ 7 വെള്ളിയാഴ്ചയും മരക്കുരിശുമേന്തി പീഡാനുഭവ സ്മരണയാത്ര നടത്തി. ഇതിന്റെ ഫലസിദ്ധി എന്നവണ്ണം അച്ഛൻ്റെ അവശതയും ആലസ്യവും മാറി
ആരോഗ്യം മെച്ചപ്പെട്ടപ്പോൾ അദ്ദേഹം വീണ്ടും സ്വന്തം കർത്തവ്യമണ്ഡലങ്ങളിൽ ബദ്ധശ്രദ്ധനായി. 1934 ആയപ്പോഴേക്കും അച്ഛൻ വീണ്ടും രോഗബാധിതനായി. പിന്നീട് പാലാ വലിയ പള്ളിയിലേക്ക് അദ്ദേഹം മാറ്റപ്പെട്ടു. മരണം അടുത്തു എന്ന് മനസ്സിലാക്കിയ അച്ഛൻ തൻ്റെ പ്രിയപ്പെട്ടവരോട് യാത്ര പറഞ്ഞ് അവരെ തിരുഹൃദയത്തിന് ഭരമേൽപ്പിച്ചു. പ്രിയ മക്കളെ, തിരുഹൃദയ സഭയെ ഞാൻ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് സഭയെ വളർത്തുക. അച്ഛൻ്റെ നിക്ഷേപങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ബാക്കി കാണുമെന്ന് സംശയിച്ച് പെട്ടി തുറന്നു നോക്കിയ ആളോട് അച്ഛൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു: എൻ്റെ സമ്പാദ്യം മുഴുവൻ എൻ്റെ അനന്തരവർഗായി ഞാൻ നിക്ഷേപിച്ചു വച്ചിരിക്കുകയാണ്. അതിപ്പോൾ തിരഞ്ഞ നിങ്ങൾ കാണുകയില്ല. എൻ്റെ മരണശേഷം നിങ്ങൾക്ക് കിട്ടും. കമ്പൽ മാറൻ ഹാൻ കുർബാന ഇത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ദൈവിക പ്രചോദനങ്ങളെ ദൈവഹിതമായി കരുതി ജീവിച്ച ധന്യൻ കദളിക്കാട്ടിൽ മത്തായി അച്ഛൻ കനൽ വഴികളിലൂടെ നടന്നു നീങ്ങിയപ്പോഴും തളർന്നില്ല. ദൈവം സ്നേഹപിതാവും താൻ അവിടുത്തെ അനുഗ്രഹങ്ങളാൽ സമ്പന്നനാക്കപ്പെട്ട വത്സലപുത്രനുമാണ് എന്ന ആഴമായ വിശ്വാസത്തിൽ അദ്ദേഹം മുന്നേറി. ആ ധന്യജീവിതത്തിന്റെ പ്രകാശം ഇന്ന് അനേകർക്ക് അനുഗ്രഹ സ്രോതസ്സാണ്. മത്തായി അച്ഛന്റെ മരണസമയത്ത് തന്നെ തിരുഹൃദയ സഭയ്ക്ക് കാനോനിക അംഗീകാരം 11-ാം പിയൂസ് മാർപ്പാപ്പ നൽകിയത് അദ്ദേഹത്തിന്റെ വിശുദ്ധ ജീവിതത്തിന് ദൈവപിതാവ് നൽകിയ സ്വർഗീയ സമ്മാനമായി കണക്കാക്കാം. തിരുഹൃദയദാസന് ഹൃദയംഗമമായ പ്രണാമം. നമ്മളുടെ സഭയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ധന്യനായ മത്തായിച്ചനെ എനിക്കെപ്പോഴും കാണാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നത്. വാസ്തവത്തിൽ 2-ാം വത്തിക്കാൻ സുനകദോസിൻ്റെ ചിന്തകൾ പതിറ്റാണ്ടുകൾക്ക് മുൻപ് മുൻകൂട്ടി കണ്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട മത്തായിച്ചൻ. സുവിശേഷത്തിൽ മത്തായിയെ കർത്താവ് വിളിക്കുന്നതിനെക്കുറിച്ച് സെയിൻറ്റ് ബീഡ് പറഞ്ഞിരിക്കുന്നൊരു കാര്യം, സ്നേഹപൂർവം അവനെ നോക്കി വിളിച്ചുവെന്നാണ്. മീസരാന്തോ അത് ക്വേ എലിജൻതോ, പ്രത്യേകമായ ഒരു വിളിയാണത്. നമ്മളുടെ കദളിക്കാട്ടിൽ മത്തായിച്ചനെയും കർത്താവ് വിളിച്ചത് അങ്ങനെയാണ്. അച്ഛൻ്റെ ജീവിതത്തിൽ
സാധാരണമായ ഒരു പാസ്റ്ററൽ പ്ലാനിങ് ഉണ്ട്. ആ പാസ്റ്ററൽ പ്ലാനിങ്ങിൽ നമുക്ക് വിസ്മയം തോന്നും. അത് കുട്ടികളിൽ തുടങ്ങി മുതിർന്നവരിലെത്തി ഒരു സമർപ്പിത സമൂഹത്തിൻ്റെ സ്ഥാപിക്കൽ വരെയുള്ള വലിയൊരു കാഴ്ചപ്പാടിൻ്റെ ചരിത്രമാണ്. അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു ഓറിയൻറ്റേഷൻ കുമ്പസാരക്കൂടുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. പാപമോചനം നൽകുന്നതിൽ അച്ഛൻ കാണിച്ച ഔത്സുക്യം ആർസിലെ ബിയാനി പുണ്യവാനെ പോലെ തന്നെയായിരുന്നു. സാധുജന ക്ഷേമകാര്യത്തിലേക്ക് വരുന്നപ്പോൾ ദളിത് ക്രൈസ്തവരുടെ സമുദ്ധാരണം, സ്ത്രീകളുടെ വിദ്യാഭ്യാസം, കുട്ടികളുടെ വിദ്യാഭ്യാസം, സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള പോരാട്ടം തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ അച്ഛൻ്റെ ജപാലന ശുശ്രൂഷയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അച്ഛൻ ഈശോയെപ്പോലെ തന്നെ പ്രവർത്തിച്ച ഒരു ആളാണ്. കോർ ക്രിസ്തി, ഈശോയുടെ ഹൃദയം എന്ന് പറയുന്നത് അലിവുള്ള ഹൃദയമാണ്, തിരു ഹൃദയമാണ്. ഈശോയെക്കുറിച്ച് നമ്മൾ കാണുന്നതെല്ലാം അതാണല്ലോ. അന്ധനെ കണ്ടപ്പോൾ, മറ്റു രോഗികളെ കണ്ടപ്പോൾ, മരിച്ചവരെ കണ്ടപ്പോൾ ഈശോയുടെ മനസ്സ് അലിഞ്ഞു. മത്തായിച്ചനും അതുപോലെ തന്നെയാണ്. ഈ സമൂഹത്തിൽ വേദനകൾ അനുഭവിക്കുന്ന ആളുകളെ കണ്ടപ്പോഴെല്ലാം മത്തായിച്ചൻ്റെ മനസ്സ് അലിഞ്ഞു. ആ മനസ്സലിവാണ് വലിയൊരു കോൺഗ്രിഗേഷൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത്. തിരുഹൃദയ ഭക്തനായിരുന്നു മത്തായിച്ചന്. ആ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയ നന്മകളാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ നമ്മൾ കാണുന്നതും. അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ ആയിരക്കണക്കിന് ആളുകളിൽ അദ്ദേഹം ഇരിപ്പിടം നേടിയെങ്കിൽ ഇന്ന് മരണശേഷം 10,000-ങ്ങളിൽ അച്ഛൻ എത്തിക്കഴിഞ്ഞു. അച്ഛൻ ഒരു സ്ഥിതിയല്ല, ഒരു ഗതിയാണ്, ഒരു ഒഴുക്കാണ്, ഒരു മൂവ്മെൻ്റാണ്, ഒരു കാറ്റാണ്, ഒരു കൊടുങ്കാറ്റാണ്, ഒരു പന്തക്കുസ്സായാണ്. അത് ഒഴുകിയും വീശിയും കുലുക്കിയും എല്ലാം ഈ സമൂഹത്തിന് ഒരു പുനർജന്മം നൽകേണ്ടതായിട്ടുണ്ട്. ഒരുപാട് സാമൂഹിക തിന്മകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല ഒരു ഹോം മിഷൻ്റെ അടിസ്ഥാന ചിന്തകൾ നൽകിയ ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഹോം മിഷൻ എന്ന് പറയുന്നത് ഒരു വീട്ടിലുള്ള എല്ലാവരുടെയും കാര്യങ്ങളിൽ ഇടപെട്ട് അവർക്ക് നന്മയും സന്തോഷവും സമാധാനവും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു മിഷനാണ്. ഇന്ന് നമ്മൾ എത്രയോ നാളുകൾക്ക് ശേഷമാണ് അതൊക്കെ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് മത്തായിച്ചൻ നമ്മൾ നിരന്തരമായിട്ട് പഠിക്കേണ്ട ഒരു പാഠപുസ്തകമാണ്, ഒരു പാഠശാലയാണ്. അച്ഛൻ്റെ അജപാലനപരമായ നേതൃത്വ ശൈലി ഞാൻ കരുതുന്നത് നമ്മുടെ സുറമലബാർ സഭയും കേരള സഭയും കൂടുതലായിട്ട് അറിയുകയും പഠിക്കുകയും അതിൻ്റെ ശ്രേഷ്ഠാംശങ്ങൾ ജീവിതത്തിൽ കണ്ടെത്തുകയും ചെയ്യണം. അങ്ങനെ നവീകരിക്കപ്പെട്ട ഒരു പാസ്റ്ററൽ പ്ലാനിങ്ങിന് വൈദികരെയും ധാന്മാരെയും സമർപ്പിതരെയും അൽമായരെയും എല്ലാം ഒരുക്കുവാനായിട്ട് മത്തായിച്ചനെക്കുറിച്ചുള്ള ഓർമ്മ ഇടയാക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. മത്തായിച്ചൻ്റെ ജീവിതം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു പന്തക്കുസ്സായിട്ട് ആഞ്ഞു വീശട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ ജനക്കൂട്ടത്തിൻ്റെ മേൽ എനിക്ക് അനുകമ്പ തോന്നുന്നു. മർക്കോസ് 8:2. ഈ തിരുവചനമാണ് കതിരിക്കാട്ടിൽ മത്തായിയച്ചനെ ചിന്തിപ്പിച്ചതും ചലിപ്പിച്ചതും ജ്വലിപ്പിച്ചതും. ഈശോയുടെ തിരുഹൃദയത്തിലൂടെ പിതാവായ ദൈവത്തിന് നിരന്തരം ആരാധനയും സ്തുതിയും കൃതജ്ഞതയും പരിഹാരവും അർപ്പിക്കുവാനും ആ തിരുഹൃദയത്തിൽ നിന്നും അനുഭവവേദ്യമാകുന്ന ജീവനും കരുണയും സ്നേഹവും അനാഥർക്കും അഗതികൾക്കും പകർന്നു കൊടുക്കുകയും എന്നതാണ് ഈ സന്യാസിനി സമൂഹത്തിൻ്റെ ലക്ഷ്യം. സുവിശേഷത്തിലെ കടുകുമണി പോലെ കേവലം പത്തങ്ങളോടെ ആരംഭിച്ച ഈ സന്യാസിനി സമൂഹം ധന്യൻ മത്തായിയച്ചൻ്റെ ശക്തമായ മധ്യസ്ഥത്താൽ വളർന്ന് പന്തലിച്ച് ഇന്ന് 11 പ്രൊവിൻസുകളിലും ഒരു റീജിയനിലുമായി
3500ഓളം സഹോദരിമാർ ജീവകാരുണ്യ ശുശ്രൂഷയിലൂടെ ഈശോയുടെ സ്നേഹം പകർന്നു കൊടുക്കുന്നു. ഈശോയുടെ ഹൃദയത്തിൽ വിശ്രമം കണ്ടെത്തിയ ധന്യൻ മത്തായി അച്ഛൻ്റെ ശുശ്രൂഷയുടെ മേൽ നല്ല ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിരുന്നതിൻ്റെ ശക്തമായ അടയാളമാണ് കാരുണ്യ സ്നേഹത്തിൻ്റെ സംവാഹകരായി ലോകമെങ്ങും നിറഞ്ഞു നിൽക്കുന്ന ത്രിഹൃദയ സന്യാസിനിമാരുടെ സാന്നിധ്യം. ധന്യൻ കദളിക്കാട്ടിൽ മത്തായി അച്ഛൻ പാലായുടെയും മീനച്ചിൽ താലൂക്കിൻ്റെയും കേരളത്തിൻ്റെയും സിറോ മലബാർ സഭയുടെയും ഏറ്റവും അഭിമാന പുത്രന്മാരിൽ ഒരാളാണ്. മീനച്ചിൽ താലൂക്ക് ഏറെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും അതോടൊപ്പം തന്നെയുള്ള സാംസ്കാരിക തനിമയും അവകാശപ്പെടുന്ന ഒരു പ്രദേശമാണല്ലോ. ഇവിടെ ജനിച്ച് ഇവിടെ തന്നെ വളർന്ന് വൈദിക സേവനത്തെ തൻ്റെ ജീവിത കർമ്മഭൂമിയാക്കി മാറ്റി അന്നേ വരെ ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ സഞ്ചരിച്ച് പുതിയ മാതൃകകളെ സമൂഹത്തിനും സഭയ്ക്കും സമർപ്പിച്ച് പ്രായണ മധ്യവയസ്സിൽ നമ്മെ കടന്നുപോയ ഒരു പുണ്യാത്മാവായിരുന്നു കദളിക്കാട്ടിൽ മത്തായി അച്ഛൻ എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. മത്തായി അച്ഛൻ സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച് സാമ്പത്തിക ഭദ്രതയിൽ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരിക്കുകയാണ് അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ച് വൈദിക വൃത്തി സ്വീകരിച്ചതും പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് തന്നെ സമർപ്പിച്ചതും. അക്കാലത്ത് അദ്ദേഹം പാലായിൽ തന്നെ ലാലം പുത്തൻപള്ളിയിലും അതുപോലെ തന്നെ ലാലം പഴയ പള്ളിയിലും വികാരിയായി സേവനമനുഷ്ഠിക്കുകയുണ്ടായി. അക്കാലത്താണ് അദ്ദേഹം പാലാ സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ സ്ഥാപനത്തിന് തറക്കല്ലിട്ടത്. നമുക്കറിയാവുന്നതുപോലെ ഇന്നിപ്പോൾ പാലാ പരിഗണിക്കപ്പെടുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസപരമായി ഏറ്റവും മുന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശം എന്നാണ്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും പാലായ്ക്ക് ഇപ്പോൾ അദ്വിതീയമായ ഒരു സ്ഥാനമുണ്ട്. പക്ഷെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ സ്ഥിതി അതായിരുന്നില്ലല്ലോ. പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് വളരെയേറെ അവഗണന അനുഭവിക്കേണ്ടി വന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് കദളിക്കാട്ടിലച്ഛൻ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ചത്. ഇരുന്ന പള്ളികളിലെല്ലാം ഉള്ള സാഹചര്യങ്ങളെ അദ്ദേഹം ആഴത്തിൽ മനസ്സിലാക്കിയതിൻ്റെ ഫലമായിട്ടാണ് പെൺകുട്ടികളുടെ ശാക്തീകരണത്തിന്, അല്ലെങ്കിൽ സ്ത്രീകളുടെ ശാക്തീകരണം എന്നാണല്ലോ നമ്മളിപ്പോൾ പറയുന്നത്, ശാക്തീകരണത്തിന് പെൺകുട്ടികൾക്ക് ആദ്യമായി നൽകപ്പെടേണ്ടത് ആവശ്യമായ വിദ്യാഭ്യാസമാണ് എന്ന് കണ്ടെത്തി അതിനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിനയ പരിശ്രമമായിരുന്നു സെൻറ്റ് മേരീസ് ഹൈസ്കൂളിൻ്റെ സ്ഥാപനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആ ദർശനമാണ്, അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഉൾക്കാഴ്ചകളാണ് ഇന്ന് നമുക്ക് ചുറ്റും ഒട്ടേറെ മാറ്റങ്ങൾക്ക് ഇടവരുത്തിയിട്ടുള്ളത് എന്ന് സമ്മതിക്കേണ്ടി വരും.